ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ബുഹാരി സാറിന്. കാരണം ഞാനൊരു ബിരിയാണി വെക്കുന്ന ആളാണ്. പക്ഷെ ഇതിന്റെ അളവ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയില്ല. ഏത് സാധനത്തിനും അതിൻ്റെതായ അളവുകളുണ്ട്. ചായ ആണെങ്കിലും ചായക്ക് അതിൻ്റെതായുള്ള ഒരു അളവുണ്ട്. അത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ചായ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ശരിക്കും ബാംഗ്ലൂർ ഒക്കെ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നവരെ ഞാനങ്ങനെ ചായ കുടിക്കത്തില്ല. അതുപോലെ തന്നെ സാർ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കർണാടകയിലെ ബിരിയാണികൾ തിന്നു കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി അവർ വേണ്ടാന്ന് പറയുന്നു. 100% ശരിയാണ്. കാരണം ഞാൻ അവിടുത്തെ ഒരുവിധം എല്ലാ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ആമ്പൂർ ബിരിയാണി ആണെങ്കിലും ദൊണ്ണ ബിരിയാണി ആണെങ്കിലും അതുപോലെ തന്നെ വേറെ മറ്റേ ദിണ്ടുകൽ ബിരിയാണി ഉണ്ട്. ഒക്കെ നല്ല ടേസ്റ്റാ. നമ്മളെ സാധനത്തിൽ ആ ഒരു ഇത് കാണാറില്ല. പിന്നെ ഇവിടെ കല്യാണത്തിന്റെ ബിരിയാണി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മസാല ഉണ്ടാവില്ല, ചോറും ഉണ്ടാവില്ല, ഇറച്ചി വേറെ ഏതോ ഭാഗത്തായിരിക്കും. ഇറച്ചി കുറെ ഉണ്ടാവും, മസാല ഒന്നും ഒരു കറക്റ്റ് റേഷ്യോ ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഇത്രക്ക് പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. കറക്റ്റ് അതിന്റെ അളവിനനുസരിച്ച് വെച്ചു. ഞാൻ ഒരിക്കലും വറ്റിച്ചിട്ട് അരി വെക്കാറില്ല. എന്ന് വെച്ച് കറക്റ്റ് ആയിരുന്നു. ഒരു പ്രശ്നം വന്നു. 1.25 കിലോ ആണ് റൈസ് എടുത്തത്. അതിലേക്ക് 2 ലിറ്റർ വെള്ളം വെച്ചു. അരി ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ദൂരെ പോയി തെരഞ്ഞു പിടിച്ച് മേടിച്ചിട്ട് കൈമ റോഷന്റെ വേണമെന്ന് പറഞ്ഞ് മേടിച്ചു വന്നു. 98 രൂപയാണ് ഇവിടുത്തെ വില. അപ്പൊ ഏതായാലും ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. വീട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവരെ കാര്യങ്ങളും അറിയുള്ളൂ. എനിക്ക് ഏകദേശം നമ്മള് അന്ന് അവിടെ ക്ലാസ്സിൽ വെച്ച അതേ ബിരിയാണിയുടെ തന്നെയാണ് കിട്ടിയത്. എന്തായാലും നല്ല അഭിപ്രായമാണ്. നല്ല മസാലയാണ്. മസാല ഇട്ടപ്പോൾ തന്നെ ആ ഒരു ബീഫ് ഇങ്ങനെ കുറുകി വന്നപ്പോൾ തന്നെ അതിന് മണക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളൊക്കെ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇതിന്റെ മസാല ചിലപ്പം കിട്ടൂല. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും മസാല ഉണ്ടാവില്ല. വെറും ചോറും കുറച്ച് കളറും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിൽ മസാല പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇറച്ചി ആ അടിയിൽ കിടന്ന് ആ വെന്ത അതുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും നല്ല സ്മൂത്ത് ആണേനും ആ ഇറച്ചി തിന്നുമ്പോൾ തന്നെ അതിന്റെ ആ മസാല ഒക്കെ ഇറങ്ങി ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാ. ശരിക്കും നല്ല ഹോട്ടലുകളിൽ മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ. ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ.